അപ്പോൾ ഇതാണ് നമ്മുടെ ഓൺ എന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രൊജക്ടറാണ്, ഒരു LED പ്രൊജക്ടറാണ്. നമുക്കിപ്പോൾ ബോക്സ് ഇപ്പോൾ അതേ വന്നുള്ളൂ. ഇതിൻ്റെ പെട്ടി തന്നെ അതിൻ്റെ എന്താ പറയുക ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു പിക്ചറും അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ പ്രൊജക്ടറിൻ്റെ ഇൻസൈഡുള്ള പ്രൊജക്ടറിൻ്റെ ആ ഒരു പിക്ചറും പിന്നെ അതുപോലെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ, അതായത് എന്തൊക്കെയാണ് എന്നുള്ളത് അവർ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് 150 ഇഞ്ച് എന്നാണ് പ്രൊജക്ഷൻ സൈസ് കാണിക്കണത്. ഇതാണ് ആ ഒരു പെട്ടിയും കാര്യങ്ങളൊക്കെ, നല്ല നീറ്റായിട്ടുള്ള ബോക്സാണ് കേട്ടോ. മാത്രമല്ല ഇതൊരു മെയ്ഡ് ഇൻ ചൈനയാണ്. പിന്നെ ഇവർ 150 എന്ന് പറഞ്ഞേക്കണത് നമുക്ക് അല്ലാതെ ഇപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് 200 to 300 ഒക്കെയാണ്. മെയ്ഡ് ഇൻ ചൈനയാണ് കേട്ടോ. താങ്ക് യു ഫോർ ചൂസിങ് അസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ച്വലി. അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയിട്ട് യൂട്യൂബിൽ സൈറ്റിലൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല ഒന്നും. സോ അപ്പം പിന്നെ ഓർത്ത് ഇതെന്തായാലും ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കണം എന്ന്. അത്യാവശ്യം സെറ്റായിട്ട് തന്നെ അവർ പാക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഇതിന്. പിന്നെ നേരെ ഫ്രണ്ടിൽ തന്നെ എൻ്റെ ഒരു യൂസർ മാനുവൽ വെച്ചിട്ടുണ്ട് അവർ. എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല ചെയ്യണം എന്നുള്ളതൊക്കെ. പിന്നെ നമ്മുടെ ഒരു പ്രൊജക്ഷൻ ഡിസ്റ്റൻസ് അവർ കാണിച്ചിട്ടുണ്ട്. നമ്മൾ എന്തോരം സൈസ് ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോരം പ്രൊജക്ഷൻ സൈസ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെയാണ് എഴുതിയേക്കുന്നത്. അത് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് നോക്കിക്കോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഒരു പെട്ടി തുറക്കുമ്പോഴുള്ള ഫസ്റ്റത്തെ ഒരു കാര്യം. അതേപോലെ തന്നെ ഓൺ എന്ന ബ്രാൻഡിൻ്റെ ആ ഒരു സ്റ്റിക്കറൊക്കെ അവർ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സംഭവം മെയ്ഡ് ഇൻ ചൈനയെല്ലാം. പിന്നെ ഇതൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫെദർ ടച്ചാണ് വരുന്നത് കേട്ടത്. അതേപോലെ 4K സോഴ്സ് ഡീകോഡിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് വെച്ചാൽ 4K നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതേപോലെ നമുക്ക് കിട്ടുന്നതിൻ്റെ ഒപ്പം കിട്ടുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്കൊരു പവർ കേബിൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. പിന്നെ ആസിയ കേബിൾ കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് HDMI പോർട്ട് വരുന്നുണ്ട്. HDMI കേബിൾ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം അതും നല്ല ലെങ്ത് ഉള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഒരു HDMI കേബിൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഈ സ്ക്രൂ, അതായത് എല്ലെങ്കിയൊക്കെ നമുക്ക് സെപ്പറേറ്റ് എക്സ്ട്രാ നമുക്ക് ആ സൈഡിലത്തെ പീസ് നമുക്ക് 180 ടിൽറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ റിമോട്ട് ഒരു നോർമൽ റിമോട്ടാണ്. നമുക്ക് വോയിസ് ഒന്നുമില്ല, ജസ്റ്റ് നോർമൽ ഫോക്കസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരു നേരത്തെ കണ്ട മാനുവൽ, യൂസർ മാനുവൽ, ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ പ്രൊജക്ടറിന് അത്യാവശ്യം സൈസ് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ എന്തായാലും. അതുപോലെ തന്നെ ഇത് 180 ഡിഗ്രിയിൽ നമുക്ക് എങ്ങോട്ടുണ്ടെങ്കിലും അത് വെക്കാവുന്നതാണ്. അത് നമ്മൾ ആ സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യണം. ഇതിൻ്റെ ആ ഒരു സ്റ്റിക്കറൊക്കെ നമുക്കൊന്ന് ഇളക്കി കളയാം. ഓക്കെ, നല്ലൊരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് അവർ കൊടുത്തേക്കണത്. കുറച്ച് പശയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പ്രശ്നമൊന്നുമില്ല. മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് വന്നതായിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും അത് പോയി, വേറെ പ്രശ്നമൊന്നുമില്ല. അതേപോലൊരു മെറ്റാലിക് ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഫ്രണ്ട് വശത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗ്ലോസി ഫിനിഷാണ്. പിന്നെ അതുപോലെ ഫെദർ ടച്ചാണ് സാധനം. പിന്നെ ഒരു ഓട്ടോ ഫോക്കസിൻ്റെ ഒരു ക്യാമറ പോലത്തെ ഒരു സെറ്റപ്പിൽ സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡിലായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഡസ്റ്റ് ഫിൽറ്റർ വന്നേക്കണത്. നമുക്കത് സ്പോഞ്ചൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ അപ്പുറത്തെ വശത്താണെങ്കിൽ അതിൻ്റെ ഔട്ട് നമുക്ക് ഹീറ്റ് പോകുന്നത്, അപ്പോൾ അതിടക്ക് ക്ലീൻ ചെയ്യണം നല്ലതായിരിക്കും. പിന്നെ പുറകിലായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ആ സ്പീക്കറിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സ്പേസ് ഉണ്ട് നമുക്ക് സൗണ്ടിൻ്റെ. പിന്നെ അതുപോലെ ആ ഒരു പവർ കോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു ചെറിയൊരു ബോക്സ്, ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ 2 കുത്തായിട്ടിരിക്കുന്നത് നമുക്ക് ഊരാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിൽ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അതുപോലെ ഒരു എതർനെറ്റിൻ്റെ പോർട്ട്, പിന്നെ 2 USB, 2 HDMI, പിന്നെ ഒരു ആസിയ കേബിളിൻ്റെ ഒരു ഓഡിയോ ജാക്കിൻ്റെയും പിന്നെ ഒരു IR റിസീവറും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ മുകളിൽ നമുക്ക് ടച്ച് സ്ക്രീനാണ്, അതായത് ഫെദർ ടച്ചാണ്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ടച്ചാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് തൊട്ടാൽ മതി. നമുക്ക് റിമോട്ടില്ലെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മൾ സ്റ്റിക്കറൊന്നും പൊളിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ടിൽറ്റബിൾ ആണല്ലോ, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. മുകളിലോട്ടോ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 180 ഡിഗ്രിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കെന്തായാലും നമുക്കൊന്ന് ഓണാക്കിയൊക്കെ നോക്കാം. ഇപ്പോൾ ചുമന്ന ലൈറ്റൊക്കെ കത്തിച്ചത് നമ്മളത് ഓണാക്കുമ്പോൾ നീല കളറാവും. യെസ്, ഇതിപ്പോൾ നമ്മൾ വെറുതെ നോർമലി അടിച്ചതാണ് കേട്ടോ. നേരെ അവർ തന്നെ കീ സ്റ്റോൺ അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു ട്യൂബ് ലൈറ്റ് നമ്മളിപ്പോൾ കത്തിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് വേറൊരു ലൈറ്റും കൂടി ഉണ്ട്, അതും കൂടി ഓണാക്കിയിട്ട് നോക്കാം കേട്ടോ.
എന്തായാലും ഇതൊന്ന് സെറ്റാക്കട്ടെ. ഇതിപ്പോൾ ഫസ്റ്റാണ് നമ്മൾ ആൻഡ്രോയിഡ് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് 2 ലൈറ്റും ഓണാണ്. എന്തായാലും ഇതൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും വെട്ടമുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടമുണ്ട്. മാത്രമല്ല പകൽ സമയവുമാണ്. റൂമൊക്കെ ആകെ അലമ്പായി കിടക്കുന്ന ഒരു റൂമാണ്. നമ്മൾ പ്രോപ്പറായിട്ടൊന്നുമല്ല ഇപ്പോൾ നമ്മൾ ആ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കണത്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം തന്നെ ഓട്ടോ ഫോക്കസ് ആവുന്നുണ്ട്. അതിൻ്റെ ഒരു പിക്ചറാണ് ആ കാണുന്നത്. അതായത് ഓട്ടോ കീസ്റ്റോണും ഓട്ടോ ഫോക്കസും അത് നമ്മൾ അനക്കുമ്പോൾ പിന്നെയും വരും. നമുക്കത് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു, നമ്മളിപ്പോൾ നെറ്റൊന്നും കണക്റ്റ് ആക്കിയിട്ടില്ല. ഇപ്പോൾ നമുക്കിത് കീ സ്റ്റോൺ അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. നമുക്ക് മാനുവലി ചെയ്യാനുള്ള ഓപ്ഷനാണത്. നമുക്ക് 4 വശത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോക്കസ് ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റും, ഓട്ടോ ഫോക്കസ് അല്ലാതെ. അപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് അക്യുറേറ്റ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റും. ഈ ഓട്ടോ ഫോക്കസ് കൊടുക്കുമ്പോൾ ചെറിയൊരു ബ്ലറൊക്കെ വരുമല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുള്ളാണ്. 2 ലൈറ്റ് നമ്മൾ ഓണാണ് കേട്ടോ, അതും പകൽ സമയം. എന്നിട്ട് നല്ല ക്ലീൻ ആയിട്ട് ഇപ്പം എനിക്ക് ഇപ്പം എൻ്റെ പിക്സൽ ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ രണ്ടും കൂടി ഇങ്ങനെ എനിക്ക് നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ കുറേയും കൂടി എന്താ പറയുക, ഒരു കോൺട്രാസ്റ്റ് കുറച്ചും കൂടി എനിക്ക് സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് ഫോണിൽ എന്താണെന്നറിയില്ല, ഫോണിൽ അങ്ങോട്ട് അത്രയും കിട്ടുന്നില്ല. ഇപ്പം നോർമലി ഇപ്പോൾ നമ്മൾ ചില ഫോണുകളിലൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫോണിൽ കുറേയും കൂടി ഭംഗിയാക്കി കാണിക്കുമല്ലോ. പക്ഷെ ഇതിപ്പോൾ പിക്സൽ ആയതുകൊണ്ടായിരിക്കണം എന്തോ പറ്റുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള യൂട്യൂബിലാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. 180p 60 fps ആണ് വീഡിയോ. മൊത്തത്തിൽ ഇതിനുള്ള HDR സപ്പോർട്ടാണ് കേട്ടോ. എനിക്ക് HDR കുറച്ചും കൂടി ഒരു കോൺട്രാസ്റ്റ് കയറി ഞാൻ HDR എനിക്ക് അത്ര ഇഷ്ടമല്ല നോർമലി. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആ സ്ക്രീനിൽ റൈറ്റ് കോർണറിലായിട്ട് ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് കാണാൻ പറ്റും. അതുപോലെ ചെറിയൊരു ഡോട്ടും ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഒരു അഴിക്കണൊരു സംഭവം ഞാൻ പറഞ്ഞില്ലേ ക്ലീൻ ചെയ്യാനായിട്ട്, അത് അഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴേക്കും അതൊക്കെ റെഡി ആയിട്ടാ. ഇതിപ്പോൾ അത്യാവശ്യം ലൈറ്റ് കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രൗണ്ട് ഡോറൊക്കെ പ്രോപ്പറായിട്ട് അടച്ചിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ നമുക്ക് ജനാലിൽ നിന്നാണെങ്കിലും വെട്ടമൊക്കെ കയറുന്നുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ പരിസരം നോക്കിയാൽ മനസ്സിലാവില്ല, അത്യാവശ്യം വെട്ടമുണ്ട്. അതുപോലെ ആ ഒരു ക്ലാരിറ്റി ഡീറ്റെയിലിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ രോമം, അയാളുടെ കയ്യിലത്തെ രോമം വരെ നമുക്ക് കാണാം. ആളുടെ കയ്യിലത്തെ രോമം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മുടെ താടിയിലത്തെ കുറ്റിയൊക്കെ നല്ല രസത്തിൽ തന്നെ കാണാം. ഒട്ടും ആ ഒരു പിക്സൽ കയറി കഴിഞ്ഞ പോലത്തെ ഒരു എഫക്റ്റ് ഒന്നും ഇല്ല. നല്ല ക്ലാരിറ്റിയാണ്, പ്രത്യേക ക്ലാരിറ്റി. ആ ക്ലാരിറ്റിയിൽ എന്തായാലും സമ്മതിക്കണം. പക്ഷേ ഈ സൈഡ്സിനൊക്കെ കണ്ടില്ലേ, നമ്മൾ ചില സമയത്ത് ഫോക്കസ് കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ നോർമലി ഇത്തിരി ഒരു പൊടിക്ക് ബ്ലർനെസ് ഈ സൈഡുകളിലൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ മാനുവലി ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും കാണിക്കില്ല. ഇതിപ്പോൾ തുടക്കത്തിൽ എനിക്ക് പറ്റിയ അബദ്ധമാണ് അതൊക്കെ. ഇതിപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് കണ്ടെന്ന് വെച്ചാൽ 2 ലൈറ്റും ഓണാക്കിയതിന് ശേഷമുള്ളതാണ്. ലൈറ്റൊക്കെ ഓണാണ്. മാത്രമല്ല അത് കണ്ടില്ലേ, ഞാൻ കുറച്ചും കൂടി പുറത്തോട്ട് എടുത്തൊക്കെ വെച്ചിട്ട് വാലൊക്കെ തുറന്ന് അത്രയും എന്താ പറയുക, ചുമ്മാ ലേസി ആയിട്ട് നമ്മൾ പുറത്തോട്ട് വെറുതെ ചുമ്മാ എടുത്ത് വെച്ചിട്ട് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്തതാണ്. എന്നിട്ട് ആ ഒരു ക്ലാരിറ്റി, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാ അതിൽ നമ്മൾ ലൈറ്റ് ഇട്ട സമയത്ത് കണ്ടില്ലായിരുന്നു. അതേപോലെ തന്നെ വോയിസ്, ഇതിനുള്ള ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഇൻബിൽഡ് ആയിട്ട് വരുന്നത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട്. നമുക്കൊരു സ്പീക്കറിൻ്റെ ആവശ്യമില്ല. ഡോൾബി സപ്പോർട്ടഡ് ആണ്, ഡോൾബി ഡിജിറ്റൽ. അത്യാവശ്യം നല്ല ശബ്ദമാണ് കേട്ടോ. നമുക്കിപ്പോൾ വേറെ ഒരു എക്സ്റ്റേണൽ സ്പീക്കറിലൊന്നും അല്ല നമ്മൾ കേൾക്കണത്, നമ്മൾ ഇതിൽ തന്നെയാണ് കേൾക്കണത്. നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. ഇത് ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഹോളിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഹോളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് ഉള്ള സ്ഥലമാണ്. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി വെച്ചതാണ്.
ശരിക്കും ഒരു ടി വി എങ്ങനെയാണോ ആ ഒരു അതേ സെയിം എഫക്റ്റ്. കാരണം ഞാൻ ഒരുപാട് പ്രൊജക്ടർ ഇതിനു മുമ്പ് മേടിച്ച് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഓ അതൊന്ന് ഓഫ് ചെയ്തു. causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാണ്. കണ്ട നല്ല നീറ്റായിട്ട് നമുക്കൊരു ടി വി കാണുന്ന ഒരു എഫക്റ്റ് തന്നെ ഉണ്ട് ഏകദേശം. ഇപ്പോൾ ടി വിയിൽ ഒരു പൊടിക്കും കൂടി എന്തെങ്കിലും കോൺട്രാസ്റ്റ് കിട്ടിയാലുള്ളൂ. അതിപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് കൂട്ടാനോ നമുക്ക് പറ്റും. നമുക്കൊന്ന് കോൺട്രാസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കൂട്ടാൻ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലൈവായിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കണ്ട അതിൻ്റെ എഴുത്തുകളൊക്കെ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറിയ അക്ഷരങ്ങളാണെങ്കിലും സൂപ്പറായിട്ട് വായിക്കാം. ഇപ്പോൾ നമ്മൾ ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈവായിട്ട് നമുക്ക് ഇതുപോലെ സ്വിച്ച് ചെയ്യാം. നമുക്ക് സ്വിച്ചിൽ നമുക്ക് ഇതേ ഒരു സ്വിച്ചിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിക്കുമ്പോഴേക്കും നമുക്ക് ലൈവായിട്ട് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിക്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിനുള്ള ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാച്ചുറേഷനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കിപ്പോൾ ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഏരിയയിലിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഇത്തിരി കോൺട്രാസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് കൂട്ടാം, സാച്ചുറേഷനൊക്കെ കൂട്ടാം. അതുപോലെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടാം. വാം വേണോ കൂൾ വേണോ. പിന്നെ എന്താ പറയുക, സൗണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ലൈവായിട്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെറ്റിങ്സിൽ പോയി ചെയ്യണമെന്നില്ല. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. പ്രൊജക്ടർ ഇഷ്ടപ്പെട്ടെങ്കിൽ ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം പറ്റിയ എന്തെങ്കിലും നല്ല സാധനങ്ങളൊക്കെ ആയിട്ട് വരാം.